ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന്. വേറെ ഒന്നുമല്ല, എനിക്ക് ക്യാൻസർ എന്ന അസുഖം അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പലരോടും പല ബുദ്ധിമുട്ടുകളും അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നവരോടും പിന്നെ യൂട്യൂബിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അങ്ങനെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സർവൈവേഴ്സ്, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അവരോടും പിന്നെ അല്ലാതെ ഞാൻ അറിയുന്ന ആൾക്കാരോടും ഒക്കെ ഞാൻ പല കാര്യങ്ങളും എൻ്റെ സംശയങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെന്നാൽ ആരും ഒരു കറക്റ്റായിട്ടുള്ള മറുപടി തന്നിട്ടില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും അതിനുള്ള സമയമില്ല. പിന്നെ എന്താ പറയുക, നമ്മൾ നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തരാൻ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പല ഇഷ്യൂസും എന്താണെന്ന് അറിയില്ല. ചിലപ്പം എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ലല്ലോ. കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും കാരണമായിരിക്കാം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്ക് എൻ്റെ ക്യാൻസർ ജേണി എങ്ങനെയാണെന്ന് നിങ്ങളെ അറിയിക്കണം. ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളത് നിങ്ങളെ ഒന്ന് അറിയിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല സംശയങ്ങളും ഉണ്ടാവും. അത് നോർമലായി എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. എനിക്കും ഉണ്ടായിരുന്നു പല കാര്യത്തിലും സംശയങ്ങൾ. അപ്പോൾ അത് നമുക്ക് ഡോക്ടറോട് ചോദിക്കാവുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ എന്താ പറയുക, ഡോക്ടറോട് നമുക്ക് നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. പക്ഷേ അതിൽ കടന്നിട്ടായിരിക്കും പല സംശയങ്ങളും. അങ്ങനെ എല്ലാം നമുക്ക് ഡോക്ടറോട് ചോദിക്കാൻ പറ്റില്ല. ഡോക്ടർ എത്ര ഫ്രണ്ട്ലി ആണെങ്കിലും, എന്ത് കാര്യം ചോദിക്കാവുന്ന ആളാണെങ്കിലും നമുക്ക് ചോദിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ സമയത്ത് എനിക്ക് ഇങ്ങനൊരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന ആളെ അറിയുകയാണെങ്കിൽ അവരോട് ചോദിക്കായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ സംശയങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്യായിരുന്നു എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. പക്ഷേ അങ്ങനെ ഒരാളെ എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ആൾക്കാർ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അവർ യൂട്യൂബിൽ കൂടെ ഷെയർ ചെയ്യുന്ന അവരുടെ വീഡിയോസ് മാത്രമേ കാണുന്നുള്ളൂ. അതിൽ തന്നെ നമുക്ക് പല സംശയങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ചോദിക്കാനോ എന്താ പറയുക, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ ഒന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിന് ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞെങ്കിൽ, ഇങ്ങനൊരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. എല്ലാം ഒന്നും അവർക്ക് ഡോക്ടേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന പേഷ്യൻസിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അവരനുഭവിച്ച കാര്യങ്ങൾ കുറച്ചും കൂടി അറിയുമ്പം എന്താ പറയുക, ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് ഒരു സമാധാനമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഇതൊക്കെ നോർമലാണ്, ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ഇതെല്ലാം ഒരു യൂഷ്വലായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പേഷ്യൻസിന് കുറച്ച് സമാധാനമാണ്. എനിക്ക് അങ്ങനെയായിരുന്നു. എന്നെപ്പോലുള്ള കുറേ ആൾക്കാരുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഞാൻ എന്നാൽ പറഞ്ഞല്ലോ, എൻ്റെ കയ്യെ ഒന്ന് രണ്ട് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൈയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇതാട്ടോ എൻ്റെ ഈ ഹാൻഡിനായിരുന്നു തേനീച്ച കുത്തിയത്. ഇവിടെ ചെറിയൊരു നീരുണ്ട് കേട്ടോ. കേട്ടോ, ഈ ഭാഗത്ത് ഒരു ചെറിയ നീരുണ്ട്. ഇങ്ങോട്ടൊന്നും നീരില്ല, ഇവിടെയൊക്കെ ഓക്കെയാണ്. രണ്ടോ, രണ്ട് കൈയും പിന്നെ വലിയ പ്രശ്നമില്ല. എന്നാലും ഇവിടെ ചെറിയൊരു നീരുണ്ട്. അതങ്ങ് പോകുമെന്ന് വിചാരിക്കാം. ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല, പ്രത്യേകിച്ച് എക്സസൈസ് ചെയ്യാറുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കീമോയൊക്കെ കീമോയുടെ സമയത്തും കീമോ കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ചിലപ്പം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്. കോൺസ്റ്റിപ്പേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലബന്ധം, വയറ്റിൽ നിന്ന് പോവാത്തൊരവസ്ഥ. അത് എന്താ പറയുക, എല്ലാ പേഷ്യൻസിനും ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് പേഷ്യൻസിനെ നമ്മൾ കാണുന്നതാണ്, എനിക്കത് അറിയാവുന്ന കാര്യമാണ്. കോൺസ്റ്റിപ്പേഷൻ, ഈ ഒരു മലബന്ധം കീമോ സമയത്ത് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാൻ ഇങ്ങനത്തെ കുറേ പേഷ്യൻസിനെ കാണുന്ന ഒരാളായതുകൊണ്ട് എനിക്കത് അറിയാവുന്നത് കൊണ്ട് അതിൽ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പലർക്കും ഇതിലൊരു ടെൻഷനുണ്ട്. ഇങ്ങനെ വയറ്റിൽ നിന്ന് പോകുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ അതിലൊരു ടെൻഷൻ വരുന്നുണ്ട്, അതിൽ അസ്വസ്ഥതയുണ്ട്, അതും ഈ രോഗവും ആയിട്ട് എന്തെങ്കിലും കണക്ഷനുണ്ടോ എന്നൊക്കെയുള്ള ടെൻഷൻ പലർക്കും ഉണ്ടാവാറുണ്ട്. നമുക്ക് കീമോ എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ നമുക്ക് വയറുറയ്ക്കും, അല്ലെങ്കിൽ നമുക്ക് ലൂസ് മോഷൻ വരും. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. അത് നോർമലായിട്ടുള്ള കാര്യമാണ്. ഡോക്ടേഴ്സ് തന്നെ നമ്മളോട് കീമോ എടുക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഒന്നുകിൽ നിങ്ങൾക്ക് വയറുറച്ച് പോവാം, വയറ്റിന് പോവാത്ത ബുദ്ധിമുട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വയറ് ലൂസായി പോവാം. ഈ രണ്ടിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും എന്നുള്ളത് ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ച് എനിക്കിത് രണ്ട് കാര്യങ്ങളും വന്നിരുന്നു. എനിക്ക് ആദ്യത്തെ 4 കീമോയുടെ സമയത്ത് എനിക്ക് വയറുറച്ചിട്ടായിരുന്നു പോയത്. പിന്നത്തെ 4 കീമോയുടെ സമയത്ത് എനിക്ക് ലൂസ് മോഷനായിരുന്നു. ഇത് രണ്ടും എനിക്ക് ഉണ്ടായിരുന്ന സംഭവമാണ്. അത് പക്ഷേ കീമോ എടുക്കുന്ന സമയത്താണ്.
അതിന് ഞാൻ എന്താ പറയുക, എനിക്ക് ഡോക്ടേഴ്സ് മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. വയറുറച്ച് പോകുന്നതിന് എനിക്ക് ഗുളിക തന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആ കീമോ എടുത്ത് വന്ന് 4 ദിവസം വയറ്റിന്ന് പോകാനുള്ള മരുന്ന് കഴിക്കാനുണ്ടാവും. ആ മരുന്ന് കഴിച്ചാലേ നമുക്ക് വയറ്റിന്ന് പോകൂ എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ഞാൻ പക്ഷേ കീമോ എടുത്ത് വന്ന് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം നന്നായിട്ട് ചെറിയ പഴമൊക്കെ കഴിക്കും, നന്നായിട്ട് വെള്ളം കുടിക്കും. അതുകൊണ്ട് എനിക്ക് ഒരു ഗുളികയും കഴിക്കും. അതുകൊണ്ട് എനിക്ക് പിറ്റേന്ന് വയറ്റിന്ന് പോവും. പിന്നത്തെ ദിവസങ്ങളിൽ ബുദ്ധിമുട്ട് വരാറില്ല. നോർമലി അങ്ങ് പോകും. എനിക്ക് മെഡിസിൻ കഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നത്തെ 4 കീമോയ്ക്ക് എനിക്ക് ലൂസ് മോഷനായിരുന്നു. ലൂസ് മോഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും എനിക്ക് ബാത്റൂമിൽ പോകണം. ബാത്റൂമിൽ പോകാൻ മാത്രമല്ല, എനിക്ക് എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബാത്റൂമിൽ പോയിക്കൊണ്ടിരുന്നിട്ട് എനിക്ക് ആ ഏരിയയിൽ കംപ്ലീറ്റ് റെഡ് കളറായിട്ട് പൊട്ടി. അത് ഞാൻ തന്നെ ഒരു നിവൃത്തിയില്ലാതെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെ അമിതമായിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വയറ്റിന്ന് പോകുന്നതിന് കൊടുക്കുന്ന മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് വേണമെങ്കിൽ അവിടെ പുരട്ടാൻ ഒരു ഓയിൽമെൻറ്റും തന്നു. ഇത് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. ആ മെഡിസിൻ 2 ദിവസം കഴിച്ചതോടുകൂടി എൻ്റെ ലൂസ് മോഷൻ സ്റ്റോപ്പായി. പക്ഷേ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതങ്ങോട്ട് കഴിയുമ്പം അടുത്ത കീമോയുടെ സമയമാവും. അപ്പോൾ വീണ്ടും നമുക്ക് ഇതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഈ മെഡിസിൻ യൂസ് ചെയ്യേണ്ടി വരുന്നു, പിന്നെ നമ്മൾ ഈ മരുന്ന് യൂസ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കീമോയുടെ സമയത്താണേ. അപ്പോൾ കീമോ എടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഈ വയറുറയ്ക്കൽ അല്ലെങ്കിൽ ഈ വയറ്റിന്ന് പോവൽ ആരും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട. അതിന് ഡോക്ടറോട്, നിങ്ങളെ കാണിക്കുന്ന ഡോക്ടറെ പറയുക, അതിന് വേണ്ട മരുന്ന് കഴിക്കുക. മരുന്ന് വയറ്റിന്ന് പോവാത്ത ബുദ്ധിമുട്ടാണെങ്കിൽ മരുന്ന് കഴിക്കാൻ ആരും മടിക്കണ്ട. കാരണം പലർക്കും ഒരു ചിന്തയായിരിക്കും, വയറ്റിന്ന് പോകാനുള്ള മരുന്ന് കഴിച്ചാൽ അതൊരു ഹാബിറ്റായി പോവോ, പിന്നെ അതിനെ ഉപയോഗിച്ചാലേ വയറ്റിന്ന് പോവുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇങ്ങനെ കഴിച്ചാൽ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ചിലർക്ക് ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട. അതൊരു ഹാബിറ്റ് ആവുമൊന്നുമില്ല. നമുക്ക് കീമോ ആ ഒരു സ്റ്റേജ് കഴിയുന്നതോടുകൂടെ നമുക്ക് പിന്നെ ആ മെഡിസിൻ്റെ ആവശ്യം വരില്ല. അതൊരു ഹാബിറ്റൊന്നും ആവില്ല. എന്താ വയറ്റിന്ന് പോവാതിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓൾറെഡി കീമോ എടുത്ത് നമ്മളൊരു എന്താ പറയുക വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. ആ കൂടെ വയറ്റിന്ന് പോവാതെ വയറ് കമ്പിച്ച് ഗ്യാസ് വന്ന് വീർത്ത് വയറുവേദനയും ബുദ്ധിമുട്ടും കൂടെ ആയാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വയറ്റിന്ന് പോകാൻ മരുന്ന് തന്നിട്ടുണ്ട്. വയറ്റിന്ന് പോകാനുള്ള മരുന്ന് കഴിക്കുക. ഇനി നോർമലായി പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് വേണ്ട. പോവാത്ത ആൾക്കാരാണ് വയറ്റിന്ന് പോകാൻ മരുന്ന് ഡോക്ടർ തന്നിട്ടുണ്ട്, അത് കഴിക്കുക. അതല്ലേ വയറ്റിന്ന് പോകാൻ നമ്മൾ ചെറിയ ലൊട്ടിലൊടുക്ക് വിദ്യകളൊക്കെ കാണിക്കില്ലേ, എന്താ പറയുക, പഴം കഴിക്കുക, ചൂടുവെള്ളം കുടിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെ ചെയ്താലും വയറ്റിന്ന് പോവാറുണ്ട്. പക്ഷെ നല്ല ഉറച്ച ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പം അങ്ങനെ പോവാൻ വഴിയില്ല. പിന്നെ തീരെ പോകുന്നില്ല, ഈ മരുന്ന് കഴിച്ചിട്ടും പോകുന്നില്ല, ഇങ്ങനത്തെ ലൊട്ടിലൊടുക്ക് വിദ്യകളൊന്നും ചെയ്തിട്ടും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ഒരു ഡോക്ടറെ കാണുക. ഒന്നെങ്കിൽ വയറ്റിന്ന് പോകാൻ വേണ്ടി സപ്പോസിറ്ററി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സാധനം കിട്ടും. അതൊരു മെഴുകു പോലത്തെ ഒരു സാധനമാണ്. ഇത്രയും വലുപ്പത്തിൽ വെടിയുണ്ട പോലെ ഉണ്ടാവും. അത് നമ്മൾ മലദ്വാരത്തിലേക്ക് കയറ്റി വെക്കുകയാണ് ചെയ്യുക. അത് വെച്ചൊരു 10 മിനിറ്റിനുള്ളിൽ തരക്കേടില്ലാതെ വയറ്റിന്ന് പോകും. ഇനി അത് വെച്ചിട്ടും പോയില്ലെങ്കിൽ പിന്നെ അടുത്ത മാർഗം എന്ന് പറയുന്നത് വയറ് കഴുകലാണ്. അതും ഡോക്ടറുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം വയറ് കഴുകുക എന്നൊക്കെ പറയുന്നത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ചിലപ്പം കൂടുതലായിട്ട് വയറ്റിന്ന് പോവും, അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ ഒരു സമയത്ത് ലൂസ് മോഷനും കൂടെ വന്നാൽ ഭയങ്കര പാടാണ്. പിന്നെ എന്താ പറയുക, വയറുവേദന ഉണ്ടാക്കും, ക്ഷീണം ഉണ്ടാക്കും, BP കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല ബുദ്ധിമുട്ടും വരാം. അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ പിന്നെ സപ്പോസിറ്ററി വെക്കാനോ പിന്നെ വയറ് കഴുകാനോ ഒന്നും പോകരുത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇതൊക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ആരും ഇങ്ങനെ ചെയ്യരുത്. ഡോക്ടർ നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം. കീമോ കഴിഞ്ഞാൽ ഒരു 4 ദിവസത്തേക്ക് വയറ്റിന്ന് പോകാനുള്ള ഗുളിക തരുന്നത് നോർമലാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ കഴിക്കുക. ആവശ്യമില്ല, നോർമലി പോകുന്നതാണേ കഴിക്കേണ്ട ആവശ്യമില്ല. ചിലർക്ക് കീമോ കഴിഞ്ഞാൽ ലൂസ് മോഷൻ ആയിരിക്കും. ലൂസ് മോഷൻ നന്നായിട്ട് ഒരു ദിവസം 5, 6, 7 തവണയൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. 2, 3 തവണയൊക്കെ ആണെങ്കിൽ അത് വലിയ കുഴപ്പമില്ല. നമ്മൾ ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അല്ല, നന്നായിട്ട് ദിവസം ഒരു 7, 8, 9 തവണയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വെള്ളമാണ് ആ പോകുന്നത്. അപ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ട് വരുത്തി വെക്കും. അപ്പോൾ കാണിക്കുന്ന ഡോക്ടർ ആരെയാണോ അവരെ കാണിക്കുക. വയറ്റിന്ന് പോകുന്നതിനുള്ള ലൂസ് മോഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള മരുന്ന് കുടിക്കുക, പിന്നെ ORS കഴിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള വഴി നോക്കണം. ഇത് കീമോ സമയത്തെ കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇനി ആഫ്റ്റർ കീമോ എല്ലാം കഴിഞ്ഞു നമ്മൾ ഓക്കെ ആയി വരുന്നൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, ആ സമയത്തും ഞാൻ എൻ്റെ അവസ്ഥ കേട്ടോ പറയുന്നത്, എല്ലാവരുടെ അവസ്ഥയല്ലേ, ചിലർക്ക് ഇതൊന്നും ഉണ്ടാവില്ല. ഞാൻ എൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പം എനിക്ക് കീമോ കഴിഞ്ഞിട്ടും എന്താ പറയുക വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടായി. എനിക്ക് ആദ്യത്തെ 4 കീമോയുടെ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ മെഡിസിൻ കഴിച്ചു. പിന്നെ ചെറിയ എന്താ പറയുക ചൂടുവെള്ളം കുടിക്കുക, പഴം കഴിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിച്ച് എനിക്ക് വയറ്റിൽ നിന്ന് പോകുമായിരുന്നു. പിന്നത്തെ 4 കീമോയുടെ സമയത്ത് വയറ്റ് ലൂസ് മോഷൻ ആയിരുന്നു. അതിനും മെഡിസിൻ കഴിച്ചാണ് സ്റ്റോപ്പ് ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ കീമോയും സർജറിയും എൻ്റെ റേഡിയേഷനും ഒക്കെ കഴിഞ്ഞു. എന്നിട്ടും എനിക്ക് കോൺസ്റ്റിപ്പേഷൻ, എനിക്ക് മലബന്ധം വന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായിരിക്കും അങ്ങനെ വന്നത്. കീമോയുടെ മെഡിസിനൊക്കെ ശരീരത്തിലുള്ള ആളാണല്ലോ, അതിൻ്റെ അംശങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് ചോദിച്ച് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉണ്ടാവാറുണ്ട്, ചിലർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ പണ്ടേ ഞാൻ എന്താ പറയുക റെഗുലറായി അങ്ങനെ ടോയ്ലറ്റ് പോകുന്ന ആളൊന്നല്ല കേട്ടോ. അങ്ങനെ പറയല്ല. എനിക്ക് എന്താ പറയുക കുഞ്ഞിലേ ഞാൻ ഡെയിലി അങ്ങനെ എന്താ പറയുക വയറ്റിന് പോയില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. എനിക്ക് 1-2 ഇടമൊക്കെ വെച്ച് പോയാലും മതി. അത് കുഞ്ഞിലേ പഠിച്ച ശീലമാണ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല. പക്ഷേ ഈ കീമോയ്ക്ക് ശേഷം ഞാനൊരു റൂട്ടീൻ പോലെയായിരുന്നു. എനിക്ക് ഡെയിലി ബാത്റൂമിൽ പോകണമായിരുന്നു. പക്ഷേ അത് ഒരു ടൈം അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ തുടങ്ങി. എനിക്ക് ഒരു 3 ദിവസം പോകാതിരിക്കുക, 4 ദിവസം പോകാതിരിക്കുക, ഒരാഴ്ചയോളം പോകാതിരിക്കുക. പിന്നെ പോകുന്ന മോഷൻ തന്നെ എന്താ പറയുക ഭയങ്കര ഹാർഡായതും ഇങ്ങനെ എന്താ പറയുക ചെറിയ ഒരു ഇങ്ങനെ ആട്ടും കട്ടെന്ന് പറയില്ലേ അതുപോലെയായിരുന്നു. ഭയങ്കര ഗ്യാസ്ട്രൈറ്റിസ് വയറ്റിലുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളപ്പോൾ നമുക്ക് വയറ്റിൽ നിന്ന് പോകുന്നത് ഭയങ്കര ഹാർഡായിട്ട് ഇങ്ങനെ ശരിക്ക് പോവാതെ വരുമല്ലോ, അങ്ങനത്തെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പിന്നെ ഉണ്ടായിരുന്നത്. അതെനിക്ക് വയറിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി. ഗ്യാസ് കയറുകയും ഭക്ഷണം കഴിക്കാൻ പറ്റാതാവുകയും ഇടയ്ക്കിടയ്ക്ക് വയറ് വീർക്കുക, അങ്ങനെ പല ബുദ്ധിമുട്ടും ഉണ്ടാക്കി. അപ്പം ഞാൻ ഇങ്ങനെ ഡോക്ടറോട് പറഞ്ഞു എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഡോക്ടർ, എനിക്ക് ശരിക്കും വയറ്റിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ ഡോക്ടറിന് പറഞ്ഞു അതിന് മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, എല്ലാത്തിനും മരുന്ന് യൂസ് ചെയ്യേണ്ട മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ആയുർവേദം എന്തെങ്കിലും കാണിക്കണമെങ്കിൽ കാണിക്കാം, ആയുർവേദ മരുന്നുകളൊക്കെ വയറ്റിൽ നിന്ന് പോകാൻ ഉപയോഗിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. പിന്നെ അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ടോയ്ലറ്റിൽ പോകണം എന്ന് വിചാരിക്കുന്ന ടൈം ഉണ്ടാവുമല്ലോ. ചിലർ രാവിലെ ആയിരിക്കും പോവുക, ചിലർ രാത്രി ആയിരിക്കും പോവുക, നമുക്ക് തോന്നുന്ന ഒരു ഫിക്സഡ് ടൈം ഉണ്ടാക്കുക. രാവിലെയാണ് പോകുന്നതെങ്കിൽ ഈ ടോയ്ലറ്റിൽ പോകാൻ എഴുന്നേൽക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ നമ്മൾ തയ്യാറാവുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് 1/2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുക. എന്നിട്ടൊന്ന് ടോയ്ലറ്റിൽ പോയി നോക്കൂ, അപ്പം വയറ്റിന് പോകുന്ന ഡോക്ടർ പറഞ്ഞു. ഓക്കെ. പിന്നെ ഡോക്ടറിനോട് പറഞ്ഞത് ചെറുപഴം നന്നായിട്ട് കഴിച്ചാൽ എന്താ പറയുക വയറ്റിന് പോകും. പിന്നെ നാരുള്ള ഭക്ഷണങ്ങൾ, ഇപ്പം വാഴപ്പിണ്ടി, ഉണ്ണിത്തട്ട, പല സ്ഥലത്തേക്ക് ഇതിന് പല പേരായിരിക്കും പറയുന്നത്. വാഴയുടെ ഐറ്റംസൊക്കെയാണ്. വാഴയുടെ പൂവൊക്കെ ഇല്ലേ, പൂവ്, അതിൻ്റെ ഉള്ളിലെ ഉണ്ണിക്കാമ്പ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ്, നാരടങ്ങിയ ഭക്ഷണങ്ങളാണ്. അതൊക്കെ കഴിച്ചാൽ നന്നായിട്ട് വയറ്റിൽ നിന്ന് പോകാൻ സഹായിക്കുമെന്ന് ഡോക്ടറിനോട് പറഞ്ഞു. പിന്നെ അങ്ങനത്തെ അതെല്ലാം കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ ബേക്കറി ഐറ്റംസൊക്കെ കുറയ്ക്കാൻ പറഞ്ഞു. ബേക്കറി ഐറ്റംസ് ഒന്നും ഞാൻ കഴിക്കാറില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞു. ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുന്ന ഫുഡ് കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞു. വറുത്തത്, പൊരിച്ചത്, അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞു. ഞാൻ വറുത്തതും പൊരിച്ചതൊക്കെ പൊതുവേ ഇപ്പോൾ അധികം കഴിക്കാറില്ല. പക്ഷെ ഡോക്ടറിനോട് തന്ന ഇൻസ്ട്രക്ഷൻസ് ഞാൻ പറയുന്നതേ ഉള്ളൂ. പിന്നെ ഡോക്ടർ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ, നന്നായിട്ട് വെള്ളം കുടിക്കണത്. ഞാൻ വെള്ളം കൂടി കുറച്ച് കുറവുള്ള കൂട്ടത്തിലാണ്. ആദ്യം തീരെ കുടിക്കില്ലായിരുന്നു. പിന്നെ കീമോ തുടങ്ങിയ സമയത്ത് വെള്ളം കുടിക്കാതെ നമുക്ക് പറ്റില്ല. ഒരു ദിവസം 3 ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കണം. വളരെ കഷ്ടപ്പെട്ട് ഞാൻ ആർക്കോ വേണ്ടി കുടിക്കും പോലെയാണ് ആ 3 ലിറ്റർ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കീമോ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ 3 ലിറ്റർ ഒന്നും കുടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ, കീമോയൊക്കെ കഴിഞ്ഞില്ലേ എന്നുള്ളൊരു വിചാരമായിരുന്നു എനിക്ക്. ഓൾറെഡി എനിക്ക് ഫീൽഡ് വർക്കാണ്. ഞാൻ 1-2 ദിവസങ്ങളിലേ ഹോസ്പിറ്റലിൽ ഉണ്ടാവാറുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഫീൽഡിൽ പോയി പേഷ്യൻസിനെ കാണുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയെക്കുറിച്ച് അറിയാമല്ലോ, രാവിലെ കുറച്ച് തണുപ്പുണ്ടെങ്കിലും പിന്നെ അങ്ങോട്ട് ഒരു 10 മണി അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മുടെ വെയിൽ നല്ല ചൂടാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവുക എന്നുള്ളത് നോർമലായിട്ട് വരും. വെള്ളം കുടിക്കുന്നില്ല. അപ്പം ദാഹം പൊതുവേ കുറവാണ്. അപ്പം ഞാൻ കൊണ്ടുപോകുന്ന വെള്ളം ഞാൻ അതേപടി തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാൻ വെള്ളം കൂടി നല്ല കുറവാണല്ലോ, അതുകൊണ്ടായിരിക്കും എനിക്ക് വയറ്റിൽ പോകാൻ ബുദ്ധിമുട്ട്. പിന്നെ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നം കീമോ കഴിഞ്ഞ ശേഷം എനിക്ക് നന്നായിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ ഏമ്പക്കം വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക വയറ് ഇങ്ങനെ ഒരു കുറച്ച് നേരം വയറൊഴിച്ചിരുന്നിട്ടുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ടൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വയം തീരുമാനമെടുത്തു നന്നായിട്ട് വെള്ളം കുടിച്ച് നോക്കാം, ഈ കോൺസ്റ്റിപ്പേഷൻ വരുന്ന കുറച്ച് കുറയുമായിരിക്കുന്നു. അപ്പം ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കും. 3 ലിറ്ററൊന്നും കുടിക്കാൻ കഴിയില്ല, എന്നാലും എന്നെക്കൊണ്ടാവുമ്പോഴൊക്കെ ഞാൻ കുടിക്കും.
അപ്പോൾ അതേതായാലും ഭരിച്ചെന്ന് തോന്നുന്നു. ഇപ്പോൾ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. അത് ഡെയിലി എനിക്ക് വയറ്റിൽ നിന്ന് പോകാറുണ്ട്. പിന്നെ ഞാൻ ചെറുപഴം കഴിക്കാറുണ്ട് കേട്ടോ. എന്നൊന്നും കഴിക്കാറില്ല, എന്നാലും ചെറുപഴം ഞാൻ കഴിക്കാറുണ്ട്. ചെറുപഴം എന്ന് പറയാം, പാളയംകോടൻ പഴം എന്ന് പറയില്ലേ, മൈസൂർ പഴം, അതാണേ. അല്ലാതെ പിന്നെ ഞാൻ ഈ പൂവൻ എന്നൊക്കെ പറയുന്ന പൂവൻ പഴം അതൊക്കെ ഉണ്ടല്ലോ, അതല്ല. ചെറുപഴം എന്ന് പറയുന്നത് പാളയംകോടൻ പഴം എന്നാണ് ചില സ്ഥലത്തേക്ക് പറയുക. പിന്നെ നമ്മളിവിടെ മൈസൂർ പഴം എന്നാണ് പറയുന്നത്. അത് കഴിക്കും. എന്നും കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ കഴിക്കും. പിന്നെ ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ ഞാൻ അധികം കഴിക്കാത്ത ആളായിരുന്നു. ഈ അസുഖമൊക്കെ വന്ന ശേഷം ഞാൻ അതൊക്കെ നന്നായിട്ട് എൻ്റെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഡയറ്റിൻ്റെ ആ ഒരു ഞാൻ ഡയറ്റ് ഒന്ന് ക്രമീകരിച്ചപ്പം എനിക്ക് വയറ്റിലുള്ള പ്രോബ്ലങ്ങളും കുറേ കുറഞ്ഞു. പ്രോബ്ലങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കീമോ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ശരീരം നമ്മൾ പഴയ ശരീരമല്ല, ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട്. അതിലൊന്നാണ് നമ്മുടെ വയറ്റിൽ വരുന്ന ഗ്യാസ്. ആദ്യം ഗ്യാസ് ഇല്ലാത്ത ആളാണെങ്കിലും കീമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഗ്യാസ് കണ്ടുവരുന്നുണ്ട്. എനിക്ക് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രോബ്ലം നന്നായിട്ടുണ്ട്. എനിക്ക് കുറച്ച് നേരം പോലും വയറൊഴിച്ചിട്ടിരിക്കാനൊന്നും പറ്റില്ല. എനിക്ക് പെട്ടെന്ന് ഫുഡ് കഴിച്ചില്ലെങ്കിലൊക്കെ പെട്ടെന്ന് ഗ്യാസ് കയറും. പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് വയറ്റിൽ നിന്ന് പോകാൻ പറ്റുന്ന ബുദ്ധിമുട്ട് കുറച്ചുണ്ടായിരുന്നു. അതൊക്കെ കീമോ കഴിഞ്ഞ ശേഷം വന്നതാണ്. മുന്നേ ഉള്ള പ്രശ്നം എനിക്കൊരു പ്രശ്നമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് വയറ്റിന് ഡെയിലി പോയില്ലെങ്കിൽ അസ്വസ്ഥതയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കിപ്പോൾ ഒന്നും അറിയാത്ത ഒരാളൊക്കെ ആണെങ്കിൽ ഇത് കീമോയെക്കുറിച്ചൊന്നും അറിയില്ല, അല്ലെങ്കിൽ അതെങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ സംഭവങ്ങളൊന്നും അറിയില്ല എന്നൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ടെൻഷനാണ്. എന്തുകൊണ്ട് വയറ്റിൽ നിന്ന് പോകുന്നില്ല, ഇനി വയറ്റിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമായിട്ടാണോ എന്നുള്ള ടെൻഷൻസൊക്കെ വരും. അപ്പോൾ ഇത് ഈ കീമോ ഒക്കെ ചെയ്ത് ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരുമായിട്ട് നമ്മളൊന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് പകുതി ടെൻഷൻസ് കുറഞ്ഞു കിട്ടും. എനിക്ക് കീമോ എടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ഡോക്ടറോട് നമുക്ക് ചോദിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആരോട് ചോദിക്കുമെന്നുള്ള ഡൗട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലും പലരും പല രീതിയിലാണ് പറയുക. അതൊക്കെ പലപ്പോഴും നമുക്ക് ടെൻഷൻ തരുന്ന കാര്യങ്ങളായിരിക്കും. അതങ്ങനെയാണ്, ഇതിങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ടെൻഷനായിരിക്കും. പക്ഷെ കറക്റ്റ് ഇത് അനുഭവിച്ച ഒരാൾ പറയുകയാണെങ്കിൽ നമുക്ക് കുറേ ആശ്വാസമാണ്. ഇതിങ്ങനെയൊക്കെയാണല്ലോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കീമോയുടെ സമയത്ത് മലബന്ധം ഉണ്ടാവുന്നതും പിന്നെ വയറ്റിനൊഴിച്ചിലുണ്ടാവുന്നതും സാധാരണയാണ്. അതിന് മെഡിസിൻസ് ഉണ്ട്. ആ മെഡിസിൻസ് ഡോക്ടർ പറയുന്ന പ്രകാരം കഴിക്കുക എന്നുള്ളതാണ് ഏക പ്രതിവിധി. പിന്നെ കീമോയുടെ സമയത്ത് നമുക്ക് പലതും ചിലപ്പം വീട്ടുകാർ പറയും വയറ്റിൽ നിന്ന് പോകാൻ അത് കഴിക്കുക ഇത് കഴിക്കുന്നൊക്കെ, അതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് അതൊന്നും കഴിക്കണം എന്നില്ല. ഡോക്ടർ തരുന്ന മെഡിസിൻ തന്നെ കഴിക്കുക. പിന്നെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് പഴമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് നോക്കുക. പിന്നെ ഫൈബർ കണ്ടൻ്റൊക്കെ അടങ്ങുന്ന ഫുഡുകളൊക്കെ കഴിച്ച് നോക്കാം. പിന്നെ കീമോ കഴിഞ്ഞ ശേഷവും വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്, എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത മാർഗം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. എന്താ പറയുക, എക്സസൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഞാൻ എക്സസൈസ് ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യില്ല. കൈയുടെ എക്സസൈസ് ചെയ്യുന്നല്ലാതെ രാവിലെ എണീറ്റ് നടക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷേ എനിക്ക് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനതൊരു വീഡിയോ ഇടുന്നുണ്ട്. എന്താണ് എൻ്റെ നടക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ എന്നൊക്കെ ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്. കീമോ കഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്കൊന്ന് കമൻ്റായിട്ട് ഇടണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കീമോ കഴിഞ്ഞാലും കുറച്ച് കാലം ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരാറുണ്ട്. എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതിന് വേറെ പ്രത്യേകിച്ച് മെഡിസിനോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഭയങ്കരമായിട്ടുള്ള മലബന്ധമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഡോക്ടറെ കാണിച്ച് മെഡിസിൻ എന്തെങ്കിലും എടുക്കേണ്ടി വരും. ഒരു ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ ഒരു ഡയറ്റ് കൂടെ നമുക്കത് റെഡിയാക്കി എടുക്കാം. നമുക്ക് എല്ലാ ഭക്ഷണങ്ങളോ പച്ചക്കറികളോ ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുകയും നന്നായിട്ട് വെള്ളം കുടിക്കുകയും പിന്നെന്താ പറയുക, നമ്മളെ നേരം തെറ്റിയുള്ള ഫുഡ് കഴിക്കലൊക്കെ ഒഴിവാക്കുകയൊക്കെ ചെയ്ത് നമുക്ക് അതൊരു കൺട്രോളാക്കി എടുക്കാം. പിന്നെ രാവിലെ ഏറ്റവും നല്ലത് രാവിലെ ബാത്റൂമിൽ പോകുന്നതാണ്. അതൊരു റൂട്ടീനാക്കി എടുക്കുന്നത് നല്ലതാണ്. രാവിലെ ബാത്റൂമിൽ പോകാൻ നമ്മൾ എഴുന്നേൽക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഒരു 10 മിനിറ്റ് മുന്നേ ആയിട്ട് അര ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് വയറിന് ഈ മോഷനൊക്കെ പെട്ടെന്ന് പോകാൻ വേണ്ടി സഹായിക്കും. അത് എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ആ പ്രോബ്ലമൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം സാധാരണ പോലെ മോഷനൊക്കെ പോകാറുണ്ട്. ആരെങ്കിലും കീമോ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട. അത് വയറ്റിലേക്ക് നിങ്ങൾക്ക് ക്യാൻസർ വന്നതാ എന്നൊന്നും വിചാരിക്കേണ്ട.
ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ യൂഷ്വലായി എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട. ഇതെല്ലാം സാവകാശം ഒരു 1 ഇയറിനുള്ളിൽ ഓക്കെ ആകുമെന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ ഡോക്ടർ ഉറപ്പ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെയായിരിക്കും എല്ലാവർക്കും. പിന്നെ കീമോയുടെ ഡോസിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ വ്യത്യാസം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് മാറ്റം വന്നേക്കാം. എന്നാലും ആരും ടെൻഷൻ അടിക്കേണ്ട. എല്ലാം പയ്യെ ഓക്കെ ആകും എന്ന് തന്നെയാണ് ഡോക്ടേഴ്സ് നമുക്ക് ഉറപ്പ് തരുന്നത്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് കുറേയൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ കീമോ കഴിഞ്ഞൊരു മാസത്തോളം എനിക്ക് ഒരടി പോലും നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ അത്യാവശ്യം നടക്കുകയൊക്കെ ചെയ്യും. പല ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കീമോ കഴിഞ്ഞ് എൻ്റെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ എന്തെല്ലാം ഫേസ് ചെയ്തു എന്നുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇടുന്നുണ്ട്. അപ്പോൾ പലരിലും അത് ഉണ്ടാവാം. എല്ലാ ആൾക്കാരൊക്കെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോയിൽ എനിക്കിങ്ങനെ ഏതൊക്കെ ഫുഡ് പറ്റാതായി എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ പേര് എനിക്ക് കമൻറ്റ് ആയിട്ടിട്ടുണ്ടായിരുന്നു അവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നമുക്കിതൊക്കെയാണല്ലോ ഒരു സന്തോഷം. ആരെങ്കിലുമൊക്കെ നമ്മളെ കാണാനുണ്ട്, കേൾക്കാനുണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. എനിക്കതൊക്കെ വലിയ സന്തോഷമാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളും കേൾക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ള അറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും സന്തോഷമായിരിക്കുക, എല്ലാവരും സുഖമായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. അതുപോലെ എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ആർക്കും ഒരു ആപത്തും വരുത്താതെ ദൈവം കൂടെ ഉണ്ടാവും. സന്തോഷമായി ഹാപ്പി ആയിട്ടിരിക്കുക. ക്യാൻസർ ജേണിയിലൂടെ പോകുന്ന ആരും പേടിക്കേണ്ട. എല്ലാം നമ്മൾ ഓക്കെയായി പഴയപടി തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുക.